ജീവിതത്തിൽ എന്താണെന്നുള്ളത്. ജ്യേഷ്ഠനെ കാണാനായി, മരണസൈനിക കിടക്കുന്ന ജ്യേഷ്ഠനെ കാണാനായി അനിയൻ അങ്ങ് ദൂരെ നിന്നൊരു പാസ്റ്റർ അങ്ങ് ദൂരെ നിന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ്. ജ്യേഷ്ഠനെ കാണാനായി ആ ജ്യേഷ്ഠൻ കിടക്കുന്ന ആ കിടക്കയുടെ അരികിലേക്ക്, മരണാസന്നനായി കിടക്കുന്ന ആ കിടക്കയുടെ അരികിലേക്ക് ജ്യേഷ്ഠനെ കാണാനായിട്ട് അനിയൻ ദൈവദാസൻ കടന്നു വന്നതാണ്. അപ്പൊ ജ്യേഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു, പ്രിയ അനിയ, നീ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോ, നീ ഈ എൻ്റെ ചുറ്റിരിക്കുന്ന കസേരകളിലോ എൻ്റെ കിടക്കുന്ന കട്ടിലോ നിനക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എന്നെ കൊണ്ടുപോകുവാൻ സ്വർഗീയ ദൂതന്മാര് ചുറ്റും വന്നിരിക്കുന്ന ഈ കട്ടിലിന്റെ ചുറ്റും സ്വർഗീയ ദൂതന്മാര് ശുഭ്രവസ്ത്രധാരികളായിട്ട് എന്നെ കൊണ്ടുപോകുവാൻ വന്നിരിപ്പുണ്ട്. അതുകൊണ്ട് നിനക്കിവിടെ ഇരിക്കാൻ സാധിക്കില്ല, നീ നിന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് ആത്മാവ് പ്രേരിപ്പിച്ച പാട്ടാണ് ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ. കർത്തദാസൻ എഴുതിയ പാട്ടാണ് ഈ പാട്ട്. ആ പാട്ടിന്റെ അർത്ഥം എന്ന് പറയുന്നത് രക്ഷയുടെ ഉറപ്പ്, the assurance of your salvation. നിന്റെ രക്ഷയുടെ ഉറപ്പ്. ഈ രക്ഷ എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിച്ചത്? അതാ പാട്ടുകാരൻ പാടിയത്, സൗജന്യമായി എനിക്ക് നിങ്ങൾക്ക് രക്ഷ ലഭിച്ചു. It's totally free. You don't have to pay anything. നീ ഒരു രൂപ പോലും കൊടുത്തിട്ടല്ല നിനക്ക് രക്ഷ കിട്ടിയത്. രക്ഷയുടെ ഉറപ്പ്. എത്ര പേർക്കുണ്ട് ആ രക്ഷയുടെ ഉറപ്പ്? എത്ര പേർക്ക് ആ രക്ഷയുടെ ഉറപ്പുണ്ട്? എന്റെ ക്രിസ്തുവിനോട് കൂടെ ഞാൻ പോകുമെന്ന ഉറപ്പ്. The assurance of the salvation. രക്ഷയുടെ ഉറപ്പ്. എത്ര പേർക്ക് ആ രക്ഷയുടെ ഉറപ്പുണ്ട്? എത്ര പേർക്ക്? Totally free. ഒരു രൂപ കൊടുത്തിട്ട് വേണം നിനക്ക് രക്ഷ ലഭിക്കണം എന്നൊരു വ്യവസ്ഥ വെച്ചിരുന്നെങ്കിൽ ഒരു രൂപയില്ലാത്തവൻ പാവപ്പെട്ടു പോയത്. ക്രിസ്ത്യാനിയായ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ക്രിസ്ത്യാനിയല്ലാത്തവൻ മൊത്തം പാവപ്പെട്ടു പോയത്. യേശുക്കാർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, വിദ്യാഭ്യാസ യോഗ്യതകൾ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ആരോഗ്യമുള്ളവർ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, മനക്കേടിയുള്ള രക്ഷകനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, മക്കേ വന്ന രക്ഷകനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അത് പോകാൻ പറ്റാത്തവരൊക്കെ പാവപ്പെട്ടു പോയത്. Totally free. ഒരു രൂപ നിനക്ക് കൊടുക്കാതെയാണ് സൗജന്യമായി രക്ഷ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. Totally free. ഒരു രൂപ കൊടുക്കാതെ ആ രക്ഷ എന്ന മഹാദാനം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. Praise the Lord. The assurance of the salvation. രക്ഷയുടെ ഉറപ്പ്. എത്ര പേർക്ക് രക്ഷയുടെ ഉറപ്പുണ്ട്? പറയാൻ സാധിക്കും. സ്തെഫാനോസ് പറഞ്ഞതുപോലെ കല്ലേറുകളോട് സ്വർഗം തുറക്കുന്നത് ഞാൻ കാണുമെന്ന് പറയാൻ സാധിക്കുമോ? കല്ലേറുകളോട് സ്വർഗീയ ദൂതന്മാർ എനിക്ക് വേണ്ടി വാതിൽ തുറന്നു നിൽക്കുകയാണെന്ന് കാണാൻ സാധിക്കുമോ? അതാ രക്ഷയുടെ ഉറപ്പ്. The assurance of salvation. രക്ഷയുടെ ഉറപ്പ്. എത്ര പേർക്ക് പ്രാപിക്കാൻ സാധിച്ചെന്ന് കേട്ട സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ ആ ഉറപ്പാണ് നമുക്ക് പ്രാപിക്കേണ്ടത്. പ്രിയപ്പെട്ടത്, Praise the Lord. Hallelujah. രക്ഷയുടെ ഉറപ്പ്. യാദൃശികമായിട്ട് രക്ഷ കടന്നു വന്ന അനേകം പേര് ദൈവത്തിൽ കാണാൻ സാധിക്കും. യാദൃശികമായിട്ട്, അൺഫോർച്ചുനേറ്റ്ലി രക്ഷ അവിടത്തിലേക്ക് കടന്നു വന്നു, ജീവിതത്തിലേക്ക് കടന്നു. അവർ ചിന്തിക്കാത്ത സാഹചര്യത്തിൽ രക്ഷ കടന്നു വന്ന ചില കഥാപാത്രങ്ങൾ ദൈവത്തിലുണ്ട്. നമ്മളൊക്കെ അങ്ങനെ തന്നെ. Praise God. Hallelujah. അതിന്റെ വില അറിയില്ല. You don't know that value of the salvation. രക്ഷയുടെ വില നമുക്കറിയില്ല. Praise God. Hallelujah. ക്രിസ്തു വന്നിട്ടാണെന്നറിയാം, സകലരുടെയും പാപത്തിന് വേണ്ടി. Praise the Lord.
ഹല്ലേലൂയ. ഈ മഹാരക്ഷ ലാസറെ ഉയർപ്പിക്കാനാണ് ക്രിസ്തു വന്നത്. അയ്യന്റെ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കാനല്ല ക്രിസ്തു വന്നത്. കുരുടന്മാരെ സൗഖ്യമാക്കാനല്ല ക്രിസ്തു വന്നത്. മുടന്തന്മാരെ സൗഖ്യമാക്കാനല്ല ക്രിസ്തു വന്നത്. ക്രിസ്തു വന്ന ഒറ്റ ഒരു കാര്യം, രക്ഷ നിനക്ക് തരണം. രക്ഷ നിനക്ക് നിന്റെ ഭവനത്തിൽ ലഭിക്കണം. രക്ഷ എനിക്ക് ലഭിക്കണം. ആ രക്ഷ നൽകാനാണ് ക്രിസ്തു വന്നത്. അതിന്റെ ഇടയിലൂടെ പോകുന്ന സമയത്ത് ചില അത്ഭുത പ്രവൃത്തികൾ, അത്ഭുതങ്ങളൊക്കെ നടത്തുന്നേ, ചില അനുഗ്രഹങ്ങളൊക്കെ കൊള്ളുന്നേ. പ്രതിഫലം തന്നിട്ടാണ് നമ്മളെ വിളിച്ചത്. ഞാനൊരു ദിവസം ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, ഒരുപാട് കാശ് ബാഗ് വേണ്ടി ഇങ്ങനെ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ടല്ലോ. ഞാനിങ്ങനെ വിചാരിച്ചു, ഞാനത് കൊടുക്കുന്നത് വെച്ച് പറയുന്നതല്ല കേട്ടോ, പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഈ കൊടുത്തതിലേക്ക് ഒരു പ്രതിഫലം കിട്ടാതിരിക്കില്ല. ഞാൻ മനസ്സിലാക്കി പ്രതിഫലം കിട്ടുമല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാനും മരിച്ചാലും നന്നാനുവായിയാണ്. മോശയും മരിച്ചു, യോശുവും മരിച്ചു, ലാസറും മരിച്ചു, പട്ടണത്തിലെ വിധവയുടെ മകനും മരിച്ചു. മരണം ഈ പറഞ്ഞ എല്ലാവരും മരിച്ചല്ലോ. ജോസിയച്ചനും പീറ്റേഴ്സിനും ബോസച്ചനും ജോൺസ് പാസ്റ്ററും അപ്പാപ്പനും ഒക്കെ മരിച്ചല്ലോ. അപ്പൊ ഞാനും മരിച്ച പ്രതിഫലം പോകും. അപ്പൊ ഞാനത് മനസ്സിലായിരിക്കും, കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുമായിരിക്കും പ്രതിഫലം. കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏതോ പ്രതിഫലം, അപ്പന്റെ പ്രതിഫലമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുമായിരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടതങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. ഈ പ്രതിഫലം മുഴുവൻ നിനക്ക് ഔദാര്യമായി അഡ്വാൻസായി തന്നിട്ടാണ് നിന്നെ വിളിച്ചത്. ഈ പ്രതിഫലം മുഴുവനും